നമ്മുടെ സ്ഥലം ഇവിടെ റബ്ബർ ഉണ്ടായിരുന്നത് കട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടോ JCB ഒക്കെ കൊണ്ടുവന്ന് കുറച്ച് ഏകദേശമൊക്കെ നിരത്തിയിട്ടോ. അപ്പോൾ അച്ഛൻ കണ്ടോ ബെഡ് മാതിരി തടം എടുക്കുകയല്ലേ അച്ഛാ, തടം എടുത്തിട്ട് കണ്ടോ ഇത് ഇഞ്ചിയൊക്കെ നട്ടതാണ്. ഇഞ്ചി നട്ടിട്ട് ഇവിടെ കണ്ടോ ഇതേപോലെ ബെഡൊക്കെ എടുത്തിട്ട് അതിൽ ഇഞ്ചി കുത്തിയിട്ടാട്ടോ. അപ്പോൾ 2-3 ദിവസം എന്നിട്ട് അതിന് മുകളിൽ ഇങ്ങനെ തോലൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ തോല് കിട്ടാനില്ല, ഈ ചെടികളൊക്കെ ഇല്ല, അത് വെട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് പകരം ഈ പട്ടയും വാഴയുടെ ഉണങ്ങിയ ഇലയില്ലേ അതൊക്കെ ഇട്ട് കൊടുത്തേക്കും കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ മണ്ണ് പെട്ടെന്ന് വെള്ളം വീണിട്ടൊന്ന് ഉറച്ച് പോവാണ്ടിരിക്കാനും പിന്നെ വെയിലുണ്ടെങ്കിൽ വെയിലിൻ്റെ ചൂട് ഏറ്റിട്ട് മുളപ്പൊക്കെ പൊട്ടുന്നത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ വഴുതനയൊക്കെ കുത്തിയിട്ടുണ്ട്. ഈ വഴുതന തൈയൊക്കെ നമുക്ക് കിട്ടിയത് ബൊക്കാഷി ബക്കറ്റിലെ വളമില്ലേ ആ വളത്തിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഈ ചെടികളൊക്കെ തന്നെ മുളച്ച് വന്ന. ഇവിടെ കണ്ടോ ഇതേപോലെ ബെഡ് ഒരുക്കിയിട്ട് കണ്ടോ ചെറിയ ചെറിയ കുഴി എടുത്തിട്ട് അതിൽ ഇത് മഞ്ഞളാണ് കേട്ടോ. ഇഞ്ചി ഇതേ രീതിയിൽ തന്നെയാണ് ഇടേണ്ടത്. കണ്ടോ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല കാലാവസ്ഥയാണ്. മഴ പെയ്യുമ്പോൾ കുറച്ചൊരു ഈർപ്പമുള്ള മണ്ണിൽ ഇതൊക്കെ നട്ട് വെച്ചാൽ പെട്ടെന്ന് പിടിക്കും. അവിടെയൊക്കെ ബെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കപ്പയൊക്കെ നട്ടേക്കുന്നതാണ്, കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഉണ്ടോ ഇത് എത്ര ദിവസം കഴിഞ്ഞ് മുളപ്പ് വരും? ഒരാഴ്ച കഴിഞ്ഞ് മുളപ്പ് വരും. ഓതുണ്ടോ ചില ഇതൊക്കെ മുളച്ചിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ മുളച്ചിട്ടുണ്ട്. ഉണ്ടോ ഇത് കണ്ടോ ഈ ബെഡിൽ കണ്ടോ ചെറിയ ചെറിയ ഹോളിട്ട് കൊടുത്തങ്ങനെ ഉണ്ടോ. എന്തിനറിയോ ഇത് കണ്ടോ പയർ നടാൻ വേണ്ടി നമ്മൾ വിത്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരു കുഴിയിൽ 2 പയർ വീതം അതിൻ്റെ വിത്ത് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മുളച്ചില്ലെങ്കിൽ ഒന്നെങ്കിലും മുളയ്ക്കട്ടെ എന്നുള്ളതിലായിട്ട് 2 എണ്ണം ഇടുന്നേ. അവിടെ കണ്ടോ എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ അച്ഛൻ ഭയങ്കര കൃഷിപ്പണിയാണ് ഇവിടെയൊക്കെ. കണ്ടോ ഓരോ നമ്മൾ ഇഞ്ചി നട്ടതും പിന്നെ കുറേ പയറൊക്കെ നട്ടു കേട്ടോ. അതൊക്കെ അച്ഛൻ ഇങ്ങനെ മൂടുകയാണ്. നമ്മളൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നു. അച്ഛൻ അവിടെ നിന്ന് ഇട്ടതിന് ശേഷം അങ്ങനെ മണ്ണ് വെട്ടിയിട്ട് ചെറുതായിട്ട് മൂടിക്കൊടുക്കുകയാണ്. ഇനി ഒരു 5-6 ദിവസം ഒരാഴ്ച കഴിയുമ്പോഴേക്കും എല്ലാത്തിലും മുളർപ്പ് വരും. കാരണം ഇപ്പം നല്ല മഴയല്ലേ, നമുക്ക് വൈകുന്നേരം നല്ല മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ബെസ്റ്റ് കാലാവസ്ഥയാണ്. രാവിലെ കുറച്ച് വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് എല്ലാം സൂപ്പറായിട്ട് കയറി വരും കേട്ടോ. അപ്പോൾ നമ്മൾ മുളച്ച് നമ്മൾ വലുതാവുന്നതും വിളവെടുക്കുന്ന വീഡിയോയൊക്കെ നമുക്ക് ഇടയിലിടയിൽ നമ്മൾ ഇടാൻ ശ്രമിക്കാം കേട്ടോ.